ഇന്നത്തെ നമ്മുടെ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ദ ഓർഡിനറി യൂട്ടിലിറ്റി അപ്രോച്ച് അതായിരുന്നു. There we have introduced a new technique that is called indifference curve technique, and there we studied what is an indifference curve, what is the slope of the indifference curve, and what happened to the slope of the indifference curve when we move from the top of the indifference curve to the bottom, and what is the law of diminishing marginal rate of substitution, etc. But today we are going to discuss what are the main properties of the indifference curve approach or indifference curve. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഇൻഡിഫറൻസ് കർവ് എന്താണ്, അതിൻ്റെ സ്ലോപ്പ് എന്താണ് എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ്. ഒരു ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്, പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് എന്നുള്ളത്. One of the most important property of the indifference curve is that indifference curve is downward sloping. Indifference curve is downward sloping. That is, indifference curve എന്ന് പറയുന്നത് downward sloping ആണ്, from the left top to right bottom. അല്ലേ, മുകളിൽ ഇടതുവശത്തു നിന്നും താഴെ വലതുവശത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞു പോകുന്ന ഒരു ഷേപ്പാണ് ഇൻഡിഫറൻസ് കർവ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അത് ഇവിടെ നമ്മൾ OX ആക്സിസ് ആൻഡ് OY ആക്സിസ്. OX ആക്സിസ് നമ്മൾ എന്താണ് എടുത്തത്? ബനാന. Then what we have taken on the OY axis, it is mangoes. Mangoes. So just to draw an indifference curve, this is the indifference curve. ഇത്ര നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ഇൻഡിഫറൻസ് കർവിൽ നിന്ന് തന്നെ വ്യക്തമാണ് what will happen to the indifference curve from the left top to right bottom എന്നുള്ളത്. എന്താണ് സംഭവിക്കുന്നത്? ഇൻഡിഫറൻസ് കർവ് മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ചരിഞ്ഞാണ് വരുന്നത്. ഈ ചരിവ്, ഈ സ്ലോപ്പ് എന്തിനെയാണ് കാണിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ആദ്യത്തെ ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടി കഴിയും. എന്താണ് ആ ചരിവ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ ദിസ് ജസ്റ്റ് വി ടേക്ക് 2 points ഓൺ ദ ഇൻഡിഫറൻസ് കർവ്. ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് പോയിന്റ് ബി. എ ബി എന്ന് പറയുന്ന 2 പോയിന്റ് നമ്മൾ എടുക്കും. ഈ എ എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് at the point A, the consumer buys this much quantity of bananas and this much quantity of mangoes. അല്ലേ, അത് സപ്പോസ് ഇത് 1 ബനാന ആണെന്നും ഇതൊരു 15 മാംഗോസ് ആണെന്നും സങ്കല്പിക്കുക. അപ്പോൾ 15 മാംഗോസും 1 ബനാനയും കൺസ്യൂമർ വാങ്ങുന്നു എന്നുള്ളതാണ് പോയിന്റ് എ സൂചിപ്പിക്കുന്നത്. എന്നാൽ പോയിന്റ് ബി എന്താണ് കാണിക്കുന്നത്? സപ്പോസ് 2 bananas ആണെന്ന് സങ്കല്പിക്കുക. Then how much quantity of this mangoes? അത് 10 ആണെന്ന് സങ്കല്പിക്കൂ. That is, when the consumer moves from the point A to B, what will happen? The consumer increases the quantity of banana, but
To get more quantity of banana, the consumer is to sacrifice some quantities of mangoes. ശരിയല്ലേ? അതായത് കൂടുതൽ ബനാന കിട്ടാൻ വേണ്ടിയിട്ട് മാംഗോയുടെ അളവ് കൺസ്യൂമർ ഉപേക്ഷിക്കണം, കുറയ്ക്കണം. അപ്പോൾ എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് മാംഗോസ് ആണ് കൺസ്യൂമർ കുറച്ചത്? ഇത്രമാത്രം, അല്ലേ? ഇത്രമാത്രം. അതായത് നമ്മുടെ എക്സാമ്പിളിൽ 5 ക്വാണ്ടിറ്റി ഓഫ് മാംഗോസ് അത്രയുമാണ് കുറച്ചത്. എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? ബനാനയുടെ 1 യൂണിറ്റ്, അഥവാ 1 എണ്ണം കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഇത്രയും. ശരിയല്ലേ? അപ്പം ഇതിനെ നമുക്ക് ഡെൽറ്റ എം എന്ന് ഞാൻ വിളിക്കുന്നു. ഡെൽറ്റ എം. ഡെൽറ്റ മീൻസ് ചേഞ്ച്, അറിയാമോ? ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് മാംഗോസ്, ദാറ്റ് ഈസ് ഡെൽറ്റ എം എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ ഇത്രയും മാംഗോ ഈ കൺസ്യൂമർ സാക്രിഫൈസ് ചെയ്യുന്നു, ഉപേക്ഷിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു ഗെറ്റ് 1 മോർ ക്വാണ്ടിറ്റി ഓർ നമ്പർ ഓഫ് ബനാനാസ്, ഇത്രയും കിട്ടാൻ വേണ്ടിയിട്ട് ബനാനയുടെ. അതിനെ നമ്മൾ ഡെൽറ്റ ബി എന്ന് വിളിക്കുന്നു. സോ വാട്ട് ഡസ് ദിസ് ഡെൽറ്റ ബി ഷോസ്? ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഓഫ് ബനാന, ഡെൽറ്റ ബി. ആൻഡ് ഡെൽറ്റ എം മീൻസ് change in the quantity of mangoes. അപ്പോൾ downward slope of the indifference curve shows what? അതാണ് ചോദ്യം. അപ്പോൾ ഈ ഡയഗ്രാമിൽ നിന്നും ഉത്തരം ക്ലിയർ ആണ്. ആ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഇൻഡിഫറൻസ് കർവ് എന്താണ് കാണിക്കുന്നത്? അതായത് ഒരു സാധനം കൂടുതൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്യൂമർ മറ്റേ സാധനത്തിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് വിളിച്ചത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ദാറ്റ് ഈസ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലേ? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് കാണിക്കുന്നത്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത്. സോ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി, ഇൻഡിഫറൻസ് കർവ് ടെക്നിക്കിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്താണ്? ഇൻഡിഫറൻസ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നു, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഇൻഡിഫറൻസ് കർവ് എന്താണ് കാണിക്കുന്നത്? ഒരേ ഒരു കാര്യം. എന്താണ്? ഒരു സാധനം കൺസ്യൂമർ കൂടുതൽ വാങ്ങണമെങ്കിൽ മറ്റേ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചേ പറ്റൂ എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് us go to the second important property of indifference curve. The second main property of the indifference curve is that higher indifference curve shows higher utility higher indifference curve shows higher utility. Utility means satisfaction. എന്നുവെച്ചാൽ എന്താണ്? ഉയർന്ന ഇൻഡിഫറൻസ് കർവുകൾ ഉയർന്ന സംതൃപ്തിയെ കാണിക്കുന്നു, യൂട്ടിലിറ്റിയെ കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹയർ ആൻഡ് ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ആൻഡ് ഹയർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് നേരെ റിവേഴ്സ് മീനിങ്ങും ഉണ്ട്. ദാറ്റ് മീൻസ് ലോവർ ആൻഡ് ലോവർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ലോവർ ആൻഡ് ലോവർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ദി ഇൻഡിഫറൻസ് കർവ്. ഹയർ ആൻഡ് ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ആൻഡ് ഹയർ ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. ജസ്റ്റ് സീ. As before, we have taken the number of bananas in the x-axis and number of mangoes in the y-axis. നേരത്തെ പോലെ തന്നെ നമ്മൾ എടുത്തു. ഇനി നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നിലധികം ഇൻഡിഫറൻസ് കർവുകളെ നമ്മൾ ഈ ഡയഗ്രാമിലേക്ക് കൊണ്ടുവരണം. എങ്കിലല്ലേ കൂടുതൽ ഉയർന്ന ഇൻഡിഫറൻസ് കർവുകൾ ഉയർന്ന സംതൃപ്തി കാണിക്കുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ
we are bringing 3 indifference curves to the same set of diagrams. Okay, let us see. One IC1, the other one IC2, okay, IC3. അപ്പോൾ 3 ഇൻഡിഫറൻസ് കർവുകളെ നമ്മൾ ഒരു ഡയഗ്രാമിലേക്ക് കൊണ്ടുവരും. യെസ്, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 പോയിന്റ് ഓരോ ഇൻഡിഫറൻസ് കർവിലുമുള്ള ഓരോ പോയിന്റ് നമ്മളൊന്ന് എടുക്കുകയാണ്. ജസ്റ്റ് സി, ദാറ്റ് ഈസ് എ എന്നൊരു പോയിന്റ് നമ്മൾ എടുത്തു. അത് ഏത് ഇൻഡിഫറൻസ് കർവിലാണ്? ഏറ്റവും താഴെ ഉള്ള ഇൻഡിഫറൻസ് കർവ് IC1ലാണ്. Then we are taking another point B, that is in IC2, and C in IC3. Okay. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റിന്റെ പ്രത്യേകത കൺസ്യൂമർ എന്ത് ചെയ്യുന്നു ആ പോയിന്റിൽ എന്നുള്ളത്. ദാറ്റ് ഈസ് എ എന്ന് പറയുന്ന പോയിന്റിൽ കൺസ്യൂമർ 10 മാംഗോസ് വാങ്ങുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ബനാനാസ് ദാറ്റ് ദ കൺസ്യൂമർ ഷുഡ് ബൈ അറ്റ് ദ പോയിന്റ് എ കാണാം. സപ്പോസ് അത് ഒരു ബനാന ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ the point A shows that the consumer purchased 1 banana and 10 mangoes. ക്ലിയർ ആണല്ലോ എ എന്ന് പറയുന്ന പോയിന്റ്. ഇനി ബി എന്ന് പറയുന്ന പോയിന്റിലോ സെയിം സെറ്റ് ഓഫ് മാംഗോസ് ആണ്, അതിന് മാറ്റമൊന്നുമില്ല. ബട്ട് he can purchase more quantity of banana, say 2. അപ്പോൾ രണ്ടാമത്തെ പോയിന്റായ ബിയിൽ എയെ അപേക്ഷിച്ച് ഒരു ബനാനയുടെ കൂടുതൽ അയാൾ വാങ്ങുന്നുണ്ട്. ദാറ്റ് ഈസ് 2 ബനാനയും പഴയ മാംഗോസുമാണ്. ശരിയല്ലേ? ദെൻ സി സങ്കല്പിക്കുക. സിയിൽ 3 ബനാനാസ്. സോ ഈ ഓരോ പോയിന്റിന്റെയും പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. എയുടെ കാര്യം പറഞ്ഞല്ലോ. A is consisting of 10 mangoes and 1 banana. B consists of 10 mangoes and 2 bananas. And C consists of 10 mangoes and 3 bananas. എന്ന് വെച്ചാൽ അർത്ഥം the point B എന്ന് പറയുന്നത് എയേക്കാൾ ബനാന കൂടുതൽ ഉൾക്കൊള്ളുന്നതാണ്. എന്ന് വെച്ചാൽ he should get more satisfaction than the point A. ശരിയല്ലേ? എ എന്ന് പറയുന്ന പോയിന്റിനേക്കാൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ കൺസ്യൂമർക്ക് കൂടുതൽ സംതൃപ്തി കിട്ടും. കാരണം എന്താ? ഒരു സാധനം അവിടെ എന്തുണ്ട്? കൂടുതലുണ്ട്, ബനാന അല്ലേ? സോ ദ പോയിന്റ് ബി ഷോസ് എ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദാൻ എ. ഓക്കെ. അതേപോലെ സിഒ compared to the point B, the point C also include more quantity of bananas. So the consumer will get more satisfaction at the point C than B. ശരിയല്ലേ? അപ്പോൾ ബിയെ അപേക്ഷിച്ച് സിയിലായിരിക്കും ഏറ്റവും കൂടുതൽ സംതൃപ്തി ഉള്ളത്. കാരണം എന്താ? സിയിലാണ് ഏറ്റവും കൂടുതൽ ബനാന ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ഒരു കാര്യം മനസ്സിലാക്കാം. എ എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ ഇൻഡിഫറൻസ് കർവാണ് IC1. ബി എന്ന് പറയുന്നത് തൊട്ട് മുകളിലത്തെ ഇൻഡിഫറൻസ് കർവാണ് IC2. ആൻഡ് സി എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവായ IC3യിലാണ്. അപ്പോൾ ഈ 3 പോയിന്റുകളിൽ ഏത് പോയിന്റിലാണ് ഏറ്റവും ഉയർന്ന യൂട്ടിലിറ്റി അഥവാ സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമർക്ക് കിട്ടിയത്? സി. അത് ഏത് ഇൻഡിഫറൻസ് കർവിലാണ്? ഏറ്റവും ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവിലാണ്. ക്ലിയർ? അതേപോലെ ഏറ്റവും കുറഞ്ഞ സംതൃപ്തി കൺസ്യൂമർക്ക് കിട്ടിയത് ഏത് ഇൻഡിഫറൻസ് കർവിൽ നിന്നാണ്? IC1. ഏത് പോയിന്റിൽ? എ. അപ്പൊ ഇതിൽ നിന്നും ഒരു കാര്യം ക്ലിയർ ആണ്. എന്ത്? ഹയർ ആൻഡ് ഹയർ ദ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ആൻഡ് ഹയർ സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് മീൻസ് ലെസർ ആൻഡ് ലെസർ ദ ഇൻഡിഫറൻസ് കർവ്, ലോവർ ആൻഡ് ലോവർ വിൽ ബി ദി ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അപ്പം ഉയർന്ന ഇൻഡിഫറൻസ് കർവുകൾ ഉയർന്ന സംതൃപ്തിയെയും താണ ഇൻഡിഫറൻസ് കർവുകൾ
കുറഞ്ഞ സംതൃപ്തിയും കാണിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഇൻഡിഫറൻസ് കർവിന് ആകെ 3 പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. അതിൽ 2 നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു വിത്ത് 2 ഡയഗ്രാംസ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് വൺ? ദ ഇൻഡിഫറൻസ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. അത് നമ്മൾ തെളിയിച്ചു. അതെന്താണ് ആ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത്? ഒരു സാധനം കൺസ്യൂമർക്ക് കൂടുതൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ മറ്റേ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റി കൺസ്യൂമർ കുറച്ചേ പറ്റൂ. അതാണ് കാണിക്കുന്നത്. ദെൻ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ യൂട്ടിലിറ്റി. അല്ലേ? ഉയർന്ന ഇൻഡിഫറൻസ് കർവുകൾ ഉയർന്ന യൂട്ടിലിറ്റിയെ കാണിക്കുന്നു. ദാറ്റ് മീൻസ് താണ ഇൻഡിഫറൻസ് കർവുകൾ താണ യൂട്ടിലിറ്റിയെ കാണിക്കുന്നു. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്, ലാസ്റ്റ്, ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ദി ഇൻഡിഫറൻസ് കർവ്. ദാറ്റ് ഈസ് two indifference curves never intersect each other. Two indifference curves never intersect each other. അതായത് 2 ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടൂല. That is the third and final property of the indifference curves. 2 ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടൂല. ഇനി ഇൻ കേസ് കൂട്ടിമുട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും കാണിക്കുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് സി. പഴയതുപോലെ നമ്മൾ വീണ്ടും ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്നു. OX ആക്സിസിൽ നമ്മൾ ബനാന എടുക്കുന്നു. Y ആക്സിസിൽ വീണ്ടും നമ്മൾ മാംഗോ എടുക്കുന്നു. ഇത് ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ആണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് തന്നെ എടുക്കുന്നത് എപ്പോഴും. ഓക്കെ, OX ആക്സിസ് ടേക്ക് ബനാനാസ് ആൻഡ് OY ആക്സിസ് മാംഗോസ്. ഓക്കെ, 2 ഇൻഡിഫറൻസ് കർവുകൾ വരയ്ക്കുകയാണ്. ദിസ് ഈസ് IC1, ഒരു ഇൻഡിഫറൻസ് കർവ് IC1. ദിസ് ഈസ് IC2. 2 ഇൻഡിഫറൻസ് കർവുകൾ ഞാൻ വരച്ചു. നേരത്തെ നമ്മൾ വരച്ചതുപോലെയല്ല, ഇത് പരസ്പരം കൂട്ടിമുട്ടുന്ന 2 ഇൻഡിഫറൻസ് കർവുകളാണ് നമ്മൾ വരച്ചേക്കുന്നത്. പക്ഷേ ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം മുട്ടി, ഈ മുട്ടലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരു 3 പോയിന്റുകൾ ഇവിടെ എടുക്കുകയാണ്. ദാറ്റ് ഈസ് A ഒരു പോയിന്റ് എടുത്തു, B വേറൊരു പോയിന്റ് എടുത്തു, C വേറൊരു പോയിന്റ് എടുത്തു. ABC 3 പോയിന്റുകൾ എടുത്തു. ഇനി the points A and B are on the same indifference curve. ശരിയല്ലേ? പോയിന്റ് എയും ബിയും ഒരേ ഇൻഡിഫറൻസ് കർവുകളിലാണ്. ഒരേ ഇൻഡിഫറൻസ് കർവുകളിലുള്ള പോയിന്റുകൾ എന്തിനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് ഈസ് എ പോയിന്റിൽ എത്തിയാലും ബി പോയിന്റിൽ എത്തിയാലും കൺസ്യൂമർക്ക് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് സെയിം ആയിരിക്കും. സോ സെയിം ഇൻഡിഫറൻസ് കർവിന്റെ ഭാഗങ്ങളാണ് പോയിന്റ് എയും ബിയും എന്നുള്ളത് കൊണ്ട് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. സോ കൺസ്യൂമറെ സംബന്ധിച്ച് എ ഈസ് ഈക്വൽ ടു ബി, അല്ലേ? എയും ബിയും അയാൾക്ക് ഇൻഡിഫറൻ്റ് ആണ്. ദാറ്റ് മീൻസ് സെയിം ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് നോക്കുക. ടേക്ക് ദ കേസ് ഓഫ് എ ആൻഡ് സി. എയും സിയും അതേപോലെ സെയിം ഇൻഡിഫറൻസ് കർവിലാണ്, സംശയമില്ല. എ ആൻഡ് സി ഈസ് ഓൾസോ ഓൺ ദ സെയിം ഇൻഡിഫറൻസ് കർവ്. അങ്ങനെയാണെങ്കിൽ എ പോയിന്റിലും സി പോയിന്റിലും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമർക്ക് എന്തായിരിക്കും? സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് എ ഈസ് ഈക്വൽ ടു സി, അല്ലേ? അപ്പൊ എ ഈസ് ഈക്വൽ ടു ബി, അതേപോലെ തന്നെ എ ഈസ് ഈക്വൽ ടു സി. അല്പം ഒരു മാത്തമാറ്റിക്സ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. If A is equal to B and if A is equal to C, then we can say that B is equal to C. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എയും ബിയും തുല്യമാണ്, എയും സിയും തുല്യമാണ് എങ്കിൽ തീർച്ചയായിട്ടും ബിയും സിയും തുല്യമായിരിക്കും എന്നാണ് ഇവിടെ നമ്മൾ തെളിയിച്ചിരിക്കുന്നത്. ഇതൊരു അബ്സേർഡ് റിസൾട്ടാണ് നമുക്ക് തെളിയിക്കുന്നത്.
ഒരിക്കലും സംഭവിക്കാൻ കഴിയില്ലാത്ത ഒരു റിസൾട്ടാണ് ഈ B = C എന്ന് പറയുന്നത്. കാരണം എന്താ? C എന്ന് പറയുന്നത് ഇത്രമാത്രം മാംഗോസും ഇത്രമാത്രം ബനാനാസും അതിനകത്ത് വരുന്നതാണ് C. എന്നാൽ B എന്ന് പറയുന്ന പോയിന്റിലോ B ഇൻക്ലൂഡ് മോർ ക്വാണ്ടിറ്റി ഓഫ് മാംഗോസ് അല്ലേ? അപ്പോൾ സിയെ അപേക്ഷിച്ച് ബിയില് മാങ്ങയുടെ അളവ് കൂടുതലാണ് കൺസ്യൂമർ വാങ്ങുന്നത്. ഒരു സാധനത്തിന്റെ അളവ് കൂടിയാൽ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ കൂടും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തതോ ബിയും സിയും അയാൾക്ക് തുല്യമാണ് എന്നുള്ളതാണ്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ ഇതെന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ബിക്കോസ് ഓഫ് ദ ഇന്റർസെക്ഷൻ ഓഫ് ദ ടു ഇൻഡിഫറൻസ് കർവ്. രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ പരസ്പരം ഇവിടെ ഇന്റർസെക്ട് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു ഒരിക്കലും രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ പരസ്പരം കൂട്ടിമുട്ടുകയില്ല. മുട്ടിയാൽ വളരെ തെറ്റായ റിസൾട്ട്, ഈ പറഞ്ഞതുപോലുള്ള തെറ്റായ റിസൾട്ട് അല്ലേ? ഇവിടെ നമ്മൾ എന്താണ്? ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ സാറ്റിസ്ഫാക്ഷൻ, ലോവർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ലോവർ സാറ്റിസ്ഫാക്ഷൻ. അല്പം മുമ്പ് നമ്മൾ പഠിച്ചിട്ട് ഇവിടെ വരുമ്പോൾ അത് വയലേറ്റ് ചെയ്യുന്നൊരു നടപടിയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ബിയും സിയും ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും ആവില്ല. അങ്ങനെ ആയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ രണ്ട് ഡിഫറൻസ് കർവുകളും പരസ്പരം കൂട്ടിമുട്ടിയത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്നുള്ള ആ ചെറിയ ടോപ്പിക് ഇവിടെ അവസാനിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്നുകൂടെ വീണ്ടും പറയുന്നു, ദ 3 മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ്. വൺ ഈസ് ഇൻഡിഫറൻസ് കർവ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. അതെന്താണ് കാണിക്കുന്നത്? ടു ഗെറ്റ് മോർ ക്വാണ്ടിറ്റി ഓഫ് വൺ കമ്മോഡിറ്റി ദ കൺസ്യൂമർ ഈസ് ടു സാക്രിഫൈസ് ഓർ റെഡ്യൂസ് സം ക്വാണ്ടിറ്റീസ് ഓഫ് ദി അതർ. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ സാറ്റിസ്ഫാക്ഷൻ. അവിടെ നമ്മൾ പറഞ്ഞു ഉയർന്ന ഇൻഡിഫറൻസ് കർവുകൾ ഉയർന്ന സംതൃപ്തിയെ കാണിക്കുന്നു, താണ ഇൻഡിഫറൻസ് കർവുകൾ താണ സാറ്റിസ്ഫാക്ഷനെ കാണിക്കുന്നു. അവിടെ നമ്മൾ ഒരു പോയിന്റ് കൂടെ ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഉയർന്ന ഇൻഡിഫറൻസ് കർവുകൾ ഉയർന്ന സാറ്റിസ്ഫാക്ഷനെ കാണിക്കുന്നത്? അവിടെ 3 കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഒന്ന് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗുഡ് കൂടുതലാവാം അല്ലേ? മോർ ക്വാണ്ടിറ്റി ഓഫ് വൺ ഗുഡ്. അത് ബനാന ആണെന്ന് സങ്കല്പിക്കുക, അതാണ് ഒരു കാരണം. സോ ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് മോർ ക്വാണ്ടിറ്റി ഓഫ് വൺ ഗുഡ്, ഫോർ എക്സാമ്പിൾ ബനാന, ഒരു റീസൺ. രണ്ടാമത്തത് higher indifference curve may consist more quantity of the other good, that is mangoes. മാംഗോ ചിലപ്പോൾ കൂടുതലാകാം അല്ലെ? ഇപ്പം 2 പോയിന്റ് ആയല്ലോ. ഒന്നുകിൽ ഒരു സാധനം കൂടുതലാകാം, ദാറ്റ് ഈസ് ബനാന കൂടുതലാകാം, അല്ലെങ്കിൽ മറ്റേ സാധനം കൂടുതലാകാം, ദാറ്റ് ഈസ് മാംഗോസ് കൂടുതലാകാം. The third possibility of a higher indifference curve may consist of more of both goods. ബനാനയും കൂടുതലാവാം, മാംഗോസും കൂടുതലാവാം. ക്ലിയർ? അപ്പം ഈ 3 പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് പറയാൻ കഴിയുന്നത് എന്തെന്ന്? ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന്. ഓക്കെ, ഇനി നമുക്ക് ഒരു ടോപ്പിക് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇത് പോർഷൻസ് അവസാനിപ്പിക്കാം. ദാറ്റ് ഈസ് in order to prove the second important property of the indifference curve, that is higher IC shows higher levels of satisfaction, we have brought a set of indifference curve into a single diagram അല്ലേ? ആ രണ്ടാമത്തെ പ്രോപ്പർട്ടി തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തേ? ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവുകളെ നമ്മൾ ഒരു ഡയഗ്രാമിലേക്ക് കൊണ്ടുവന്നു അല്ലേ? ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, ദാറ്റ് ഈസ് IC1, IC2, IC3, ഇങ്ങനെ എത്ര വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പോൾ ഹിയർ വി ഹാവ് ബ്രോട്ട് 3 ഇൻഡിഫറൻസ് കർവ്സ്. ഇങ്ങനെ ഒരു ഡയഗ്രാമിൽ ഒരു സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ് നമ്മൾ കൊണ്ടുവരുന്നതിനെ നമ്മളൊരു പ്രത്യേക പേരിലാണ് വിളിക്കുന്നത് ഇൻഡിഫറൻസ് മാപ്പ്. ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കാറുണ്ട്. സോ വാട്ട് ഈസ് ആൻ ഇൻഡിഫറൻസ് മാപ്പ്? Indifference map is a diagram which consists of
എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഓർ എ സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ്. അപ്പോൾ ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവുകൾ അടങ്ങിയ ഡയഗ്രാമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കുന്നത്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ? എക്സാമിനേഷന് ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട് ആർ ദ മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.